ഞങ്ങളിപ്പോൾ ഉള്ളത് ഫോഷാനിലെ ഷീചാവ്ഷാൻ എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് സ്പോട്ടിലാണ്. ചൈനയിൽ പൊതുവേ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് കയറാനുള്ള എൻട്രി ഫീസ് നല്ല റേറ്റ് ആയിരിക്കും. പക്ഷേ ഈ സ്പോട്ടിലേക്ക് കയറാൻ ഇന്ന് എൻട്രി ഫീസ് ഇല്ല. ഇവിടത്തേക്കുള്ള ടൂറിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഫ്രീ ആക്കിയതാണ്. ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ മാത്രമാണ് ഫ്രീ. നടക്കാൻ വയ്യാത്ത ആൾക്കാർക്ക് ഈ വണ്ടി എടുക്കാം. ഇതിന് പേ ചെയ്യണം. ഇതിന് ഏകദേശം 1 വേ 20 RMB ആണ്. ഇന്ന് നല്ല കാലാവസ്ഥയാണ്. ഇന്നധികം ചൂടില്ല. പിന്നെ ഇത് അത്ര വലിയ മലയൊന്നല്ല, എളുപ്പത്തിന് കയറാം. മല കയറാൻ വേണ്ടി ഇതുപോലത്തെ നടപ്പാതകൾ പണിത് വെച്ചിട്ടുണ്ട്. താഴെ ഇട്ടേക്കുന്നത് ടൈൽസാണ് തോന്നിയെങ്കിലും ഇത് മൊത്തം തടി കഷ്ണങ്ങളാണ്. പിന്നെ വഴിയോരത്ത് ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. കുറച്ച് സ്നാക്സും വെള്ളവും ഞങ്ങൾ ഓൾറെഡി കരുതിയിട്ടുണ്ട്. മൊത്തം മല സ്റ്റെപ്സൊന്നും ഇല്ലാണ്ട് കയറണമെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ചിന്നു പയ്യെ ഒന്ന് ഉഷാറായി വന്നോളൂ. ഇന്ന് രാവിലെ എനിക്ക് ഫുഡ് കഴിച്ച് നേരെ ഇങ്ങോട്ട് പോന്നു. മേലൊക്കെ ആണെങ്കിൽ കുറച്ച് എക്സസൈസ് ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. എക്സസൈസിങ് തുടങ്ങി. പണ്ട് കാലത്ത്, അതായത് ഒരു 5000-6000 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ഇൻഡസ്ട്രിയൽ സൈറ്റായിരുന്നു. ഇവിടുത്തെ വോൾക്കാനോന്ന് മൈൻ ചെയ്തെടുത്ത കുറേ സിലിക്ക റോക്സ് വെച്ച് ടൂൾസ് ഉണ്ടാക്കി വിൽക്കലായിരുന്നു ഇവിടുത്തെ ഇൻഡസ്ട്രി. അങ്ങനെ എളുപ്പവഴി കഴിഞ്ഞു. ഇനിയാണ് ശരിക്കുമല്ല മല കയറൽ. ചൈനയെ ശരിക്കും നമുക്കൊരു മലയുടെ നാടെന്ന് പറയാം. എവിടെയൊക്കെ പോയാലും ഇഷ്ടംപോലെ മലകളാണ്. എന്നാൽ അതൊക്കെയാണ് ഇവരുടെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട്. എല്ലാ മലയുടെ മേലിൽ ബുദ്ധൻ്റെ കുറേ അമ്പലവും അല്ലെങ്കിൽ പ്രതിമ പണിത് വെച്ചിട്ടുണ്ടാവും. ആ മല കയറി ഇവിടേക്ക് വന്നെത്തി. അത് ആക്ച്വലി ഒരു ഷോർട്ട് കട്ടായിരുന്നു. നമ്മൾ ഈ റോഡ് സൈഡിലുള്ള പാതയിൽ കൂടെ നടന്നു പോയാൽ മതി. പക്ഷെ അങ്ങനെ പോവുകയാണെങ്കിൽ സമയം കൂടുതലെടുക്കും. ഇവിടെ ഒരു 7-Eleven ഉണ്ട്. ഞങ്ങൾ ഈ മലേൻ്റെ മുകളിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതി സ്നാക്സും വെള്ളവും ഒക്കെ ബാഗിൽ കയറ്റി നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങളൊരു ലേക്കിൽ വന്നെത്തി. നല്ല മനോഹരമായ കാഴ്ച. നല്ല വൃത്തിയിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നപ്പോൾ നല്ല കാറ്റും അടിക്കുന്നുണ്ട്. കുറച്ച് നേരം ഇവിടുത്തെ കാറ്റും കൊണ്ട് കാഴ്ചയും കണ്ടു ഇരിക്കാം. ഇന്ന് നല്ലൊരു ദിവസമാണ്. ഇവിടെ നീലാകാശവും പച്ച ഭൂമിയും പിന്നെ അതേ പച്ചവെള്ളവും. കുറച്ച് നേരം അവിടെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു. ഈ ഫുള്ള് മല ഇതുപോലെ ഭംഗിയായി നടപ്പാത വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേനൽക്കാലം ആയാലും ഇതുപോലെ മരത്തിൻ്റെ ചോട്ടിൽ കൂടെ നടക്കാം. അധികം വെയിൽ കൊള്ളാണ്ട് നമുക്ക് അവിടെ ചെന്നെത്താം. കുറച്ച് ഇതുപോലത്തെ എളുപ്പപാതയും പിന്നെ കുറച്ച് സ്റ്റെപ്സാണ്. ഇതുപോലെ ഓരോന്ന് പണിത് വെച്ച കാരണം നമുക്ക് എളുപ്പത്തിന് കയറി ചെല്ലാം. അധികം ആവശ്യതയൊന്നും ആവില്ല. ഞങ്ങളിപ്പോൾ ഏകദേശം 50 മിനിറ്റായി നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഒരു സൈൻ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പേയുൻ വാട്ടർഫോൾ എന്ന്. എന്നാൽ പിന്നെ അത് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ച്. നമ്മുടെ അതിരപ്പള്ളീൻ്റെ അത്രയും വരുമെന്ന് അറിയില്ല. എന്താണെങ്കിലും നമുക്കൊന്ന് കണ്ടു കളയാം. വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച എനിക്ക് കിട്ടി തുടങ്ങി. അവിടെയാണ് വെള്ളച്ചാട്ടം. കണ്ടെത്തി. അതിരപ്പള്ളിയൊക്കെ മാറി നിൽക്കും ഈ വെള്ളച്ചാട്ടം കണ്ട. ഇതിനൊക്കെ വെള്ളച്ചാട്ടമെന്ന് എഴുതി വെച്ചവനെ വേണം പറയാൻ. കണ്ടിട്ട് മുകളിൽ ഓരോ പൈപ്പ് തുറന്നിട്ട പോലെ ഉണ്ട്. എന്തായാലും ഉള്ള വെള്ളച്ചാട്ടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഈ വഴി പോയാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് പോണത്. നോക്കിയപ്പോൾ കുറേ പേര് അവിടെ നിന്ന് ഇറങ്ങി വന്നു. എന്തായാലും ഇവിടെ വരെ എത്തിയല്ലോ, ബാക്കിയുള്ളതും കൂടി കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഇനി മേലെ ചെന്നാൽ ഇതിനേക്കാൾ വലിയ വെള്ളച്ചാട്ടം ഉണ്ടാവാമോ? മേലെ കയറി ചെന്നപ്പോൾ ഞങ്ങൾ വന്നെത്തിയത് ഒരു ഗ്രാമത്തിലാണ്. ഈ കാട്ടിലും CCTVയോ. ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് എല്ലാ മുക്കിലും മൂലയിലും CCTV ഉണ്ട്. അത് കാരണം സേഫായിട്ട് എവിടെ വേണമെങ്കിലും നടക്കാം. മല കയറുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഹെൽപ്പിന് വരും. ചിലരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ഈ CCTV വെച്ചാണ് ഗവൺമെൻറ് ജനങ്ങളുടെ സോഷ്യൽ ബിഹേവിയർ മോണിറ്റർ ചെയ്യണേന്ന്. അതിനൊരു സോഷ്യൽ ക്രെഡിറ്റ് സ്കോറും ഉണ്ട് അത്രേ. ലോകത്തെ ഏറ്റവും വലിയ എക്കോണമിയായ അമേരിക്കയിൽ ആകെ 35 കോടി ജനങ്ങളാണ് ഉള്ളത്. അവർക്ക് അത് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണില്ല. പിന്നെയാണ് 140 കോടി ജനങ്ങളുള്ള ചൈനയിൽ. അർഹിക്കുന്ന ക്രെഡിറ്റൊക്കെ കൊടുത്താൽ മതി. സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ നിലവിൽ ചൈനയിൽ എവിടെയും ഇല്ല. പക്ഷേ ഫൈനാൻഷ്യൽ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. അത് വേറെ എപ്പോഴെങ്കിലും പറയാം. ഈ മലയിൽ ആൾക്കാരും വസിക്കേണ്ടെന്ന് ഇപ്പോഴാണ് അറിയണേ. ഞങ്ങൾ വന്നെത്തിയത് കറക്റ്റ് സ്ഥലത്താണ്. എന്ത് കാണാനാണ് ഇങ്ങോട്ട് വന്നേ അതിപ്പോൾ കണ്ടു കിട്ടി. അവിടെ എത്താൻ ഇനി കുറച്ച് കറങ്ങി പോകണം. ഇവിടെ സിപ്പ് ലൈനും ഉണ്ട്. ചിന്നുവിന് ഇതുപോലത്തെ അഡ്വഞ്ചർ സ്പോർട്സ് ഒട്ടും ഇഷ്ടമല്ല. ഇതുപോലെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കുറേ നിർബന്ധിക്കണം. കാശ് കൊടുത്ത് ഞാൻ എന്തിനാ ചാവാൻ പോണേന്നാണ് അവളുടെ മറുപടി. വെറുതെ അല്ല, പോണ വഴിയൊക്കെ ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കണേ.
ഞാനും വിചാരിച്ചു ഈ കാട്ടിലെന്താ കരിയിലകളൊന്നും ഈ വഴിയിൽ വീഴാത്തതെന്ന്. ഉത്തരം കിട്ടി. അങ്ങനെ നടന്ന് ഞങ്ങൾ വന്നെത്തിയത് ഒരു വാഴത്തോട്ടത്തിലാണ്. ഇത് കണ്ട നാട്ടിലേതോ സ്ഥലം പോലെ ആയിട്ടാ തോന്നുള്ളൂ. നടന്ന് ഞങ്ങൾ എൻട്രൻസിലേക്ക് വന്നെത്തി. അകത്ത് കയറിനേക്കാൻ മുമ്പ് ഒരു ഐസ്ക്രീം ആവാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ച്. ഇവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ടായി. ഞങ്ങൾ ആവശ്യമില്ലാണ്ട് കുറേ സാധനങ്ങൾ ചുമന്നുകൊണ്ടാണ് വന്നത്. അതുകൂടാതെ അപ്പുറം ഒരു KFC ഉണ്ട്. ഞങ്ങൾ ഏകദേശം 2 മണിക്കൂർ നടന്നിട്ടാണ് ഇവിടെ വന്നെത്തിയത്. ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് നടന്നു. അതെ, ഇതൊരു ബുദ്ധൻ്റെ അമ്പലമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠേൻ്റെ പേര് ഗ്വാനിയൻ എന്നാണ്. ഗ്വാനിയൻ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ബുദ്ധൻ്റെ ഒരു സ്ത്രീ അവതാരമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച വിഷമങ്ങളൊക്കെ മാറി കിട്ടുമെന്നാണ് വിശ്വാസം. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയൊരു മതിലുണ്ട്. അതിൽ കുറേ ദേവി ദേവന്മാരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ കയറി ചെല്ലുന്നത് ഈ അമ്പലമുറ്റത്താണ്. ചന്ദനത്തിരി കത്തിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആ ചന്ദനത്തിരിയൊക്കെ കുത്തിവെക്കും. ഇവിടെ ഗൗതം ബുദ്ധൻ്റെ കഥ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ചൈനീസിലാണ് എഴുതി വെച്ചേക്കണത്. പക്ഷേ ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാം. ഞങ്ങൾ പയ്യെ ഒരേ പടിയായിട്ട് ആ പ്രതിമയുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുക. ഇത് ഗ്വാനിയൻ്റെ ഇരിക്കുന്ന പൊസിഷനിലുള്ള പ്രതിമയാണ്. ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം 61.9 മീറ്റർ വരും. ഈ മൊത്തം പ്രതിമ വെങ്കലം കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞത് 1998 ഇത് മൊത്തം എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ എവിടെയും ഉത്തരം കിട്ടിയില്ല. കണ്ടിട്ട് ഏകദേശം ഒരു 300 സ്റ്റെപ്സിൽ കൂടുതൽ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഇത് ഗ്വാനിയൻ്റെ ഇരിക്കുന്ന പൊസിഷനിൽ ഏറ്റവും നീളമുള്ള സ്റ്റാച്ചു ആണ്. താഴെ സ്റ്റെപ്സ് കയറി പോണ ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്താലാണ് ഈ പ്രതിമയുടെ വലിപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ സ്റ്റെപ്സിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോഷൻ സിറ്റി മൊത്തത്തിൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം ഇത് അത്ര വലിയ മലയല്ലാന്ന്. ഈ പ്രതിമയുടെ അകത്തായിട്ടൊരു മ്യൂസിയം ഉണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സൈൻ ബോർഡ് ഉണ്ട്, ഫോട്ടോയും വീഡിയോ എടുക്കരുതെന്ന്. പക്ഷേ അകത്ത് കയറി നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ചൈനക്കാരായിരുന്നു ഫോട്ടോയും വീഡിയോ എടുക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ അകത്ത് കയറി നിയമങ്ങളൊക്കെ പാലിച്ചു. ഇതിൻ്റെ അകത്ത് ഏകദേശം 3-4 നില മ്യൂസിയമാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഈ പ്രതിമയുടെ ചുറ്റും മരത്തിൽ കൊത്തിവെച്ച ഒരു പെയിൻറ്റിംഗ് ആണ്. അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അത് കണ്ട എന്തായാലും ആരായാലും അതിശയിച്ചു പോകും. അതിൽ കൊത്തിവെച്ചേക്കുന്നത് കുറേ കഥകളാണ്. പിന്നെ 2-3 നിലയിൽ കുറേ ബുദ്ധൻ്റെ പ്രതിമകളാണ്. എന്തായാലും ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വന്നിട്ടിങ്ങ മസ്റ്റായിട്ട് ഈ മ്യൂസിയത്തിലോട്ട് കയറണം. ഈ പുറത്ത് കാണുന്നേക്കാൻ വലിയൊരു അത്ഭുതമാണ് അകത്തുണ്ടാക്കി വെച്ചേക്കണേ. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാം. ബൈ.